വെറും 1000 സ്ലോട്ടി ബഡ്ജറ്റിൽ വാർസോയിൽ നിന്നും സാക്കോപാന വരെ ഒരു റോഡ് ട്രിപ്പ്, 1987 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഒരു കേബിൾ കാർ റൈഡ്, പോളണ്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ വ്യൂ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ, BBQ നൈറ്റ്, പിന്നെ സാക്കോപാനയിലെ തന്നെ മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലുണ്ട്. അതുമാത്രമല്ല ഈ ട്രിപ്പിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ഫ്രം കാർ റെന്റൽ, ഫ്യൂവൽ, സ്റ്റേ, പാർക്കിംഗ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും സാക്കോപാനയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു വീക്കെൻഡിൽ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി സാക്കോപാനയിലേക്ക് ഒരു വിന്റർ ട്രിപ്പ് അടിക്കാൻ ഡിസൈഡ് ചെയ്തു. രാവിലെ തന്നെ നേരെ കാർ എടുക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോയി. ഹെർട്സ് എന്നുള്ള റെന്റൽ ഓഫീസിലേക്കാണ് നേരെ പോയത്. കുറെ കമ്പനീസ് കമ്പയർ ചെയ്തപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ഈ ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ബുക്ക് ചെയ്തത്. 3 days റെന്റലിന് ഞങ്ങൾക്ക് 687 സ്ലോട്ടിയാണ് ആയത്. ഡെപ്പോസിറ്റ് ഉൾപ്പെടെ അറൌണ്ട് 1800 സ്ലോട്ടി ഞങ്ങൾ ഫസ്റ്റ് പേ ചെയ്തു. ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്തു, കീ ഒക്കെ കളക്ട് ചെയ്തു. ഒരു സ്മോൾ ടിപ്പ്, റെന്റൽ കാർ എടുക്കുന്നവർ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 to 7 days മുമ്പെങ്കിലും ബുക്ക് ചെയ്താൽ നല്ല റേറ്റിലും കിട്ടും, കൂടുതൽ കാർ ഓപ്ഷൻസും നിങ്ങൾക്കുണ്ടാവും. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് ലക്കിലി കാർ കിട്ടി. വാർസോയിൽ നിന്ന് സാക്കോപാന വരെ ഏകദേശം 400 to 420 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഹൈവേയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ലോലി സിറ്റി വ്യൂസ് എല്ലാം മാറി സ്നോ കവേർഡ് മൗണ്ടെയിൻസ് കണ്ടു തുടങ്ങി. ആ എക്സൈറ്റ്മെന്റ് വേറെ ലെവലായിരുന്നു. സോ ഹേ ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇതാ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ സാക്കോപാന ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട്. കാറൊക്കെ എടുത്തു, നേരെ വിടുകയാണ്. ഇപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരു 190 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ദിസ് ഇസ് അനൽ. അപ്പൊ എന്താണ് നമ്മുടെ പരിപാടി, നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മൾ പോകുന്നു എങ്ങോട്ട്? സാക്കോപാന പോകുന്നു. നമ്മൾ എത്ര ദിവസം പ്ലാൻ ചെയ്തേക്കണം? 3 ദിവസത്തെ ട്രിപ്പാണ്. അതായത് 2 നൈറ്റും 2 ഡേയും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇപ്പൊ കാർ എടുത്ത് ഇറങ്ങി. സത്യം പറഞ്ഞ പെട്രോൾ പമ്പിന്റെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നല്ലേ സത്യം പറഞ്ഞ. ഇനിയിപ്പോ നമുക്ക് ഇതാ ജെർണിയാണ് കാർ എടുക്കുന്നത്. ഇനിയിപ്പോ എന്താക്കോ ആവോ. അത് ജെർണി ഇപ്പൊ നീ പോളണ്ടിൽ വന്നിട്ട് എത്രാമത്തെ ട്രിപ്പാണ്? പോളണ്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ആദ്യമത്തെ ട്രിപ്പാ. ഫസ്റ്റ് ട്രിപ്പ് അതെ. അതെനിക്ക് എന്റെ സനലിന്റെ കൂടെ പോകണമെന്ന് അത്രയ്ക്ക് കൊതിയായിരുന്നു, അതുകൊണ്ട് മാത്രം കൊണ്ടുപോയി. അതെ, പിന്നെ നമ്മളുടെ എന്താ പറയാ, ഒരു ഗാർഡിയൻ എന്നുള്ള പോലെ ജെറിൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ബർഗർ ഇങ്ങനെ ഉണ്ടായി. ഡ്രൈവ് ചെയ്യുമ്പോ കഴിച്ചാല് കേറി പോകും, ഷെഫിന്റെ കലയാണ് കല. കിടിലൻ ടേസ്റ്റ് ആണ്. എന്തോ ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തു. അറിയില്ല, യാത്ര ചെയ്യുമ്പോ സ്പെഷ്യൽ സാധനം. നൈസായിരുന്നു. എന്തായാലും വെൽ പ്രിപ്പയർഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടത്. എന്തൊക്കെ ഉണ്ടെന്നുണ്ട്, ഉള്ളി, പച്ചമുളക്, ഇന്ത്യൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ സാധനവും വെക്കുന്നുണ്ട്. ഗരം മസാല, അത് കാണാതിരിക്കുന്നത്. അതെ, നല്ല നീ ഇതിനു മുമ്പ് സാക്കോപാന പോയിട്ടില്ലേ? ഞാൻ പോയിട്ട് സമ്മറിൽ പോയിട്ട്. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം? സാക്കോപാന ഇഷ്ടപ്പെട്ട മൗണ്ടെയിൻസ് ആണ്, ട്രക്കിങ് അടിപൊളിയാണ്, പീസ്ഫുൾ ആയി നിൽക്കാൻ പറ്റിയ സ്ഥലം. പിള്ളേരൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് വരുന്ന. നിങ്ങൾ സിറ്റിയിൽ ജീവിക്കല്ലേ, അപ്പൊ ഇടക്കിടക്കൊന്ന് സാക്കോപാനയിലോ പോയി വരുന്നത് നല്ലതാണ്. റിലാക്സേഷൻ അങ്ങനെയൊക്കെ നോക്കുന്നത് നല്ലത്. ഞാനും ഇപ്പൊ വർക്ക് എന്ന് പറഞ്ഞ കുറച്ചാളായിട്ട് ഇങ്ങനെ വേറെ ഏതോ മൂഡിലിരിക്കണായിരുന്നു. അപ്പോഴാണ് വിളിച്ചിട്ട് ഇതെപ്പാ പോവാന്ന് തോന്നുന്നു. പിന്നെ നോക്കിയില്ല, ഇതാ കയറി. പക്ഷെ എന്തായാലും പൊളിയാണ്, ഒന്നും പറയാനില്ല. എന്റെ കാഴ്ച ഇതൊക്കെ നോക്കിട്ട് എങ്ങാട് നോക്കണം അറിയാം. ഇവിടെ കൂടി നോക്കുമ്പോ ദേവി, അതും കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നോക്കുമ്പോ ദേവിയും. നമ്മളെങ്ങോട്ട് നോക്കും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. കറക്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് തന്നെ മെയിൻ പാർക്കിങ്ങിൽ നിന്നും നടക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രൈവറ്റ് ഷട്ടിൽ എടുത്തു. സോ പാർക്കിംഗ് പ്ലസ് ഷട്ടിൽ ഞങ്ങൾ 3 പേർക്കും കൂടി 100 സ്ലോട്ടിയായി. ഹായ് പറയൂ. ഞങ്ങൾ ഡ്രൈവർ നല്ല ഹെൽപ്പുണ്ട്. നമ്മളെ വിചാരിച്ചത്
ഇരുന്ന് പോകാനൊക്കെ പറ്റുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും പോകാൻ പറ്റില്ല. നിന്നാൻ പോണം. കുറച്ച് ക്രൗഡായി പോയി. പോയിന്ന് വിചാരിച്ചേ. കുറച്ച് ക്രൗഡായിരുന്നു. ലൈക്ക് സീറ്റൊക്കെ ഉണ്ടാവും വിചാരിച്ചിരിക്കാനും പിടിക്കാനൊക്കെ കിട്ടും. പക്ഷെ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും മൊത്താണ് പൊക്കത്തുനിന്ന് താഴത്തോട്ടുള്ള ഒരു അടുത്ത കേബിളിലോട്ട് പോയിട്ടെങ്കിലും നമ്മളവിടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ തീർന്നിട്ടില്ല. അടുത്ത വണ്ടി എടുത്ത് പോവുകയാണ്. ഒന്നും പറയാനില്ല. നമ്മള് കൊടുക്കണ പൈസയും എല്ലാം പോത്താണ്. കേറി കണ്ടിരിക്കണം. ചക്കോപ്പാന തന്നെയാണെങ്കിൽ ടിക്കറ്റ്സ് പ്രൈസ് എന്തോ നോർമൽ ഫെയർ എന്ന് പറയുന്നത് 145 സ്ലോട്ടിയാണ്. പക്ഷെ ആബ്സല്യൂട്ട്ലി വർത്ത് ഇറ്റ്. നിങ്ങൾ വരിക, കയറുക, കാണുക. ഞാൻ വീഡിയോസ് കണ്ടുവരിട്ടുണ്ടാവും. അതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ തിരക്കുമായിരിക്കും. പൊക്കത്തെത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷായി പിന്നെ നമ്മളുടെ മെയിൻ അട്രാക്ഷനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് സ്പോട്ട്, കാസ്പറോവിയ പിയർ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 1987 മീറ്റേഴ്സ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ സൈഡിലൂടെ ഒരു ഗായ് ഫുൾ സ്പീഡിൽ സ്കീ ചെയ്ത് താഴേക്ക് പോകുന്നത് കണ്ടത്. ഉഫ്, അഡ്രിനൽ റഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ. നമുക്ക് പൊക്കത്തോട്ട് ജെറിൻ പെങ്കിനായിട്ട് പോകണ്ട്. ചുറ്റും മഞ്ഞു മൂടിയ മലകളും ഇടയിലൂടെ ഒരു നാരോ പാത്ത്. ഇതിന്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഇൻ എ ഡ്രീം. മുകളിൽ നിന്ന് പോളണ്ടും സ്ലോവാക്കിയയും നമുക്ക് ഒരു ഫ്രെയിമിൽ കാണാൻ വേണ്ടി പറ്റും. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ മഞ്ഞ് എന്ത് ഭംഗിയാണ്. അയ്യോ ഈശോയെ, നന്ദി, 1000 നന്ദി. This is worth the experience, guys. എന്താ എന്താണിത്? കണ്ടിട്ട് കഴിഞ്ഞ് മതിയാണില്ല. അയ്യോ, നല്ല തണുപ്പുണ്ട്. പക്ഷേ nothing really matters, guys. We are on fucking top of the world. കേട്ടനൊക്കെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യേണ്ടി വരും. നല്ല സ്ലിപ്പറിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി ഹൈക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പ്രോപ്പർ വിന്റർ ഹൈക്കിംഗ് ബൂട്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ റിസ്കി ഹൈക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തു. സേഫ്റ്റി ഫസ്റ്റ്. നെക്സ്റ്റ് ടൈം ഫുൾ പ്രിപ്പറേഷനോടെ വരണമെന്ന് ഉറപ്പിച്ചു. എന്നെ തമ്പി, പക്ഷെ എങ്ങനെ ഇറങ്ങുമോ? നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പോക്കറ്റിൽ പോലും ഫോൺ പോലും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. ജെറിൻ പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഇല്ലാണ്ട് പിന്നെ എങ്ങനെ. പിന്നെ ചെക്കൻ ഞാൻ നോക്കുമ്പോൾ എത്ര തണുപ്പാണെങ്കിലും എനിക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഫുൾ എടുത്തു തന്നു. കനലാണെങ്കിൽ അവിടെ ഫുള്ള് ഡാൻസ് കളിയും പരിപാടിയൊക്കെ. സത്യം പറഞ്ഞാൽ ഈ വ്യൂ കണ്ടപ്പോൾ തന്നെ ഇവിടെ വന്നത് വർത്താണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമോ, സക്കോപ്പാനെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഇസ് വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അങ്ങനെ മൗണ്ടൻസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാറിലേക്ക് നടക്കുന്ന വഴി ഒരു നല്ല കിടിലൻ സ്പോട്ടൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോണ വഴി പിതൃങ്കയിൽ കയറി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി. നമ്മുടെ ഷെഫ് ജെറിൻ ഓൾറെഡി BBQ പ്ലാനൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടാക്കി. സ്റ്റേ ലൊക്കേഷൻ കുറച്ച് റിമോട്ടായിരുന്നു. പക്ഷെ കാർ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും ഇഷ്യൂ ഉണ്ടായില്ല. സ്റ്റേ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എല്ലാം കൊണ്ടും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പിന്നെ നേരെ ഫ്രഷായ ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി.
പുറത്ത് നല്ല തണുപ്പായിരുന്നു, എങ്കിലും ആ അറ്റ്മോസ്ഫിയർ വേറെ ലെവലായിരുന്നു. ഓണസ്റ്റ്ലി ഈ ട്രിപ്പിൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ്സിലൊന്ന് അത് തന്നെയായിരുന്നു. ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഗെറ്റവേ എല്ലാവരും ഒരിക്കലെങ്കിലും പ്ലാൻ ചെയ്തിരിക്കണം എന്നെനിക്ക് തോന്നി. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ഡേ ടേൺസ് ഔട്ട് ടു ബി ജസ്റ്റ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ. പെട്ടെന്നൊരു മഴ പൊടിഞ്ഞതുകൊണ്ട് തന്നെ നേരെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. പരിപാടികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗാജർ, ഇഞ്ചറിൻഡോഗ സാലഡ്, പിന്നെ എന്താണ് നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ അതേ ടോട്ടില, പിന്നെ അതേ ബ്രെഡ്, സ്പെഷ്യൽ സാലഡ് ഫ്രം സാൻഡൽ. ജെറിന് ഇത്ര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി അവൻ ഒഫീഷ്യലി ഞങ്ങളുടെ മെയിൻ ഷെഫായി മാറി കഴിഞ്ഞിരിക്കുന്നു, അതവൻ പോലും അറിയാതെ. ഞങ്ങൾ അതും കഴിഞ്ഞ് പെപ്സിയൊക്കെ ചെറിയ ചിയേഴ്സൊക്കെ അടിച്ച് ഫുഡൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീച്ച് ഞാൻ കണ്ട കാഴ്ച അതൊന്നും തന്നെ ഞെട്ടിച്ചു. അല്ല, ഇത് കിഴപ്പ്, 100% കിഴപ്പ്. കാണിക്കണത് എന്താന്ന് നിങ്ങൾ ആലോചിക്കണ്ടോ? എന്താ പറയുക, കോളേജിൽ കൂടെ കുടിക്കും അടുത്ത വട്ടം തന്നെ വരും.